നമസ്കാരം. പൊതുവെ ഈ ആന്ധ്രാക്കാരുടെ ശത്രുവാണ് കെ ചന്ദ്രശേഖര റാവു. ആന്ധ്രാപ്രദേശ് വിഭജിച്ച് തെലങ്കാന സംസ്ഥാനം യാഥാർത്ഥ്യമാക്കിയ നേതാവ്. ആ വിഭജനത്തിൻ്റെ പേരിൽ അദ്ദേഹം തെലങ്കാനക്കാർക്ക് പ്രിയങ്കരനായി. ചോദ്യം ചെയ്യപ്പെടാനാകാത്ത നേതാവും. മറ്റു പാർട്ടികളെ തകർത്ത് റാവുവിൻ്റെ TRS പിന്നീട് BRS ആധിപത്യം പുലർത്തി. അതോടെ ദേശീയ നേതാവായി ഉയരാനുള്ള മോഹത്തിലായി KCR എന്നറിയപ്പെടുന്ന കെ ചന്ദ്രശേഖർ റാവു. മാസങ്ങൾക്ക് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KCRൻ്റെ പാർട്ടിയായ BRS തോറ്റു. പിന്നാലെ ഒരു രാഷ്ട്രീയ ഓട്ടമായിരുന്നു. നേതാക്കളെല്ലാം അതിവേഗം മറ്റു പാർട്ടികളിലേക്ക് മാറി. റാവുവിൻ്റെ മകൾ കവിത അഴിമതിക്കേസിൽ ജയിലിലുമായി. റാവു ഇപ്പോൾ അനാരോഗ്യത്തിൻ്റെ പിടിയിലാണ്. തെലങ്കാന രാഷ്ട്രീയം കോൺഗ്രസും BJPയും കൈയടക്കി. ആന്ധ്രയിൽ ഒരു തോൽവി ഉണ്ടായാൽ YSR കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ YS ജഗൻമോഹൻ റെഡ്ഡിയും TDP നേതാവ് ചന്ദ്രബാബു നായിഡുവും ഭയക്കുന്നത് അതാണ്. തോറ്റാൽ നേതാക്കൾ പുതിയ മേച്ചിൽപ്പുറം തേടിപ്പോകും. നേതാക്കളെ സ്വീകരിക്കാൻ തയ്യാറായി കോൺഗ്രസും BJPയും കാത്തിരിക്കുന്നുണ്ട്. ഒരു ഹോളിവുഡ് സിനിമയ്ക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും ഉണ്ട് ആന്ധ്രാപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ. നായകൻ, വില്ലൻ, കുടുംബയുദ്ധം, പുനരുജ്ജീവനം, പ്രതികാരം എല്ലാം തയ്യാറാണ്. ലോക്സഭയിലേക്കും നിയമസഭയിലേക്ക് ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ വാശി 10 മടങ്ങാണ്. നായകനെയും വില്ലനെയും ഒക്കെ ജനം കണ്ടെത്തിയാൽ മതിയെന്ന് മാത്രം. മെയ് 13 അവിടുത്തെ വോട്ടെടുപ്പ്. YSR കോൺഗ്രസ്, TDP, BJP, കോൺഗ്രസ്, ജനസേന പാർട്ടി എന്നിവയ്ക്ക് തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ്. വൻ തിരിച്ചടിയേറ്റാൽ ഈ പാർട്ടികളുടെ പ്രസക്തി തന്നെ ഇല്ലാതാകും. ഭരണകക്ഷിയായ YSR കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. TDP, ജനസേന പാർട്ടി ഇക്കുറി BJP നേതൃത്വം നൽകുന്ന NDAയിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പമായിരുന്ന TDP തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയേറ്റതിനെ തുടർന്നാണ് സഖ്യം മാറ്റിയുള്ള പരീക്ഷണം. സംസ്ഥാനത്ത് തകർന്നടിഞ്ഞ കോൺഗ്രസ് പുനരുജ്ജീവനത്തിനുള്ള പോരാട്ടത്തിലാണ്. അവരോട് കൂട്ടുകൂടാൻ ചെറിയ കക്ഷികൾ മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡിയുടെയും സഹോദരി YS ശർമ്മളയുമാണ് കോൺഗ്രസിനെ നയിക്കുന്നത്. അയൽ സംസ്ഥാനങ്ങളായ തെലങ്കാനയിലും കർണാടകയിലും പാർട്ടി അധികാരത്തിൽ തിരിച്ചെത്തിയതാണ് പ്രവർത്തകർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ YSR കോൺഗ്രസ് നേതാവ് കൂടിയായ മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡി നീക്കങ്ങൾ തുടങ്ങിയിരുന്നു. ഭരണവിരുദ്ധ വികാരം തണുപ്പിക്കാൻ ആരോപണ വിധേയരായ MLAമാർക്ക് സീറ്റ് നിഷേധിച്ചു. ഭൂരിപക്ഷം സിറ്റിംഗ് MLAമാർക്കും സീറ്റ് നൽകിയതാണ് KCRൻ്റെ തോൽവിക്ക് കാരണമെന്ന് വിലയിരുത്തൽ ഉണ്ടായിരുന്നു. ഗ്രാമീണ മേഖലയിൽ സ്വാധീനമുണ്ടാക്കാൻ ക്ഷേമ പദ്ധതികളും പ്രഖ്യാപിച്ചു. ഓരോ ലോക്സഭാ മണ്ഡലത്തെയും ജില്ലകളാക്കിയായിരുന്നു അടുത്ത പരീക്ഷണം. നേരത്തെ 13 ജില്ലകൾ മാത്രമായിരുന്നു സംസ്ഥാനത്തുണ്ടായിരുന്നത്. ഇപ്പോഴത് 26 സംസ്ഥാന രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ ദശകങ്ങളിൽ ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് കോട്ടയായിരുന്നു. NT രാമറാവുവാണ് ആ ചരിത്രം മാറ്റിയത്. 1980കളിൽ സംസ്ഥാനത്തെ പ്രധാന പാർട്ടിയായി TDP വളർന്നു. രാമറാവു മുഖ്യമന്ത്രിയും കേഡർ പാർട്ടി എന്ന നിലയിൽ സംസ്ഥാനത്ത് TDPക്ക് അടിത്തറയുമുണ്ട്. NTRനെ അട്ടിമറിച്ച് ചന്ദ്രബാബു നായിഡു പാർട്ടി പിടിച്ചെടുത്തപ്പോൾ തകർച്ചയാണ് പലരും പ്രതീക്ഷിച്ചത്. പക്ഷേ യുവ നേതാവെന്ന നിലയിൽ നായിഡു തിളങ്ങി. പിന്നീട് നായിഡുവിനെ അട്ടിമറിച്ച് കോൺഗ്രസ് നേതാവ് YS രാജശേഖർ റെഡ്ഡി അധികാരം പിടിച്ചു. രാജശേഖര റെഡ്ഡിയുടെ പ്രതിച്ഛായയാണ് മകനായ ജഗൻമോഹൻ റെഡ്ഡിയുടെ കരുത്ത്. 2014 സംസ്ഥാനത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിയത്. തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ചതിൻ്റെ രോഷത്തിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു. TDPയുടെ തെലങ്കാന ഘടകത്തെ KCRൻ്റെ TRS വിഴുങ്ങി. ചന്ദ്രബാബു നായിഡു മന്ത്രിസഭയിൽ അംഗമായിരുന്നു KCR. കോൺഗ്രസ് വോട്ടുകൾ സാവധാനം ജഗൻമോഹൻ റെഡ്ഡി ഉണ്ടാക്കിയ YSR കോൺഗ്രസിലേക്ക് നീങ്ങി. ആ തെരഞ്ഞെടുപ്പിൽ BJPയുമായി സഖ്യമുണ്ടാക്കി ചന്ദ്രബാബു നായിഡു അധികാരത്തിലെത്തി. 175 അംഗ നിയമസഭയിൽ 102 സീറ്റുകളിൽ വിജയിച്ചായിരുന്നു നായിഡു അധികാരത്തിലെത്തിയത്. 70 സീറ്റുകൾ നേടി ജഗൻമോഹൻ റെഡ്ഡി ശ്രദ്ധേയമായ അരങ്ങേറ്റം നടത്തി. കോൺഗ്രസ് തകർന്നടിഞ്ഞു.
2019 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് NDAയിൽ നിന്ന് നായിഡു വേർപിരിഞ്ഞു. കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയെങ്കിലും 23 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. 2014 വിജയത്തിന് ഒരു ദശാബ്ദത്തിന് ശേഷം BJPയുമായി കൂട്ടുകൂടുന്നത് പ്രതീക്ഷയോടെയാണ്. തോൽവിയുണ്ടായാൽ പേടിയായി തെലങ്കാന രാഷ്ട്രീയം മുന്നിലുണ്ട്. അഴിമതി കേസിൽ ജാമ്യത്തിലാണ് നായിഡു. ജയിലും ഭീഷണിയായി മുന്നിലുണ്ട്. സംസ്ഥാന വിഭജനത്തിന് ശേഷം പ്രസക്തി നഷ്ടപ്പെട്ട നിലയിലാണ് കോൺഗ്രസ്. ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരി YS ശർമ്മളയെ PCC അധ്യക്ഷയായി നിയമിച്ചാണ് കോൺഗ്രസിൻ്റെ പോരാട്ടം. ഇതോടെ രാജശേഖർ റെഡ്ഡി കുടുംബത്തിൽ ഭിന്നതയായി. പിതൃ സഹോദരൻ YS വിവേകാനന്ദ റെഡ്ഡിയുടെ കൊലപാതകത്തിന് കാരണം ജഗൻമോഹൻ റെഡ്ഡിയാണെന്നാണ് ശർമ്മളയുടെ നിലപാട്. കഡപ്പയുടെ MP ആയിരുന്ന വിവേകാനന്ദ റെഡ്ഡി ആ സീറ്റിൽ നിന്ന് ലോക്സഭയിലേക്ക് അവർ മത്സരിക്കുന്നു. കേസിൽ ശർമ്മള പ്രതിസ്ഥാനത്ത് കാണുന്ന അവിനാശാണ് YSR കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. ആ പാർട്ടിയുടെ വോട്ടുകൾ ശർമ്മള ഭിന്നിപ്പിക്കുമെന്ന് വ്യക്തം. തെരഞ്ഞെടുപ്പിൽ YSR കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെടുകയും ശർമ്മള വിജയിക്കുകയും ചെയ്താൽ നേതാക്കൾ കോൺഗ്രസിലേക്ക് ഒഴുകും. എന്തായാലും കൊലപാതക കേസ് പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ഒന്നായി മാറിയിട്ടുണ്ട്. അഴിമതി കേസുകൾ ജഗൻമോഹൻ റെഡ്ഡിയുടെ പേരിലുമുണ്ട്. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും BJPയെ ബാധിക്കില്ല. അവരുമായി കൂട്ടുകൂടാൻ TDPക്കും YSR കോൺഗ്രസിനും താൽപ്പര്യമുണ്ട്. ലോക്സഭയിൽ ഇരു പാർട്ടികളുടെയും നിലപാട് BJPക്ക് അനുകൂലമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ BJPക്ക് അനുകൂലമാകും. TDP ആ തരംഗത്തിൽ കൂടുതൽ സീറ്റ് BJP പ്രതീക്ഷിക്കുന്നുണ്ട്.